BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരായ രണ്ടാം ഘട്ട സമരം നാളെ നടക്കുമെന്ന് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA പറഞ്ഞു. നാളെ ഗവർണറുടെ വസതിക്ക് മുന്നിൽ 24 മണിക്കൂർ നീണ്ട രാപ്പകൽ സമരം കോൺഗ്രസ് സംഘടിപ്പിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP സമരം ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. മതേതരത്വം തകർക്കുന്ന BJP അജണ്ടയുടെ ഭാഗമായാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗാന്ധിജിയുടെ പേര് നീക്കം ചെയ്തത്. രാഹുൽ മാങ്കുടത്തിൽ വിഷയത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത കോൺഗ്രസിനോ കോൺഗ്രസ് നേതാക്കൾക്കോ ഇല്ല എന്നും AP അനിൽകുമാർ കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി UPA ഗവൺമെൻറ് ഈ രാജ്യത്ത് കൊണ്ടുവന്ന സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ മാറ്റമുണ്ടാക്കിയ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ കോടിക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ ഉറപ്പ് നൽകുന്ന ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പദ്ധതിയാണ്. BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയം മുതൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് വളരെ ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നിയമ ഭേദഗതിയിലൂടെ തൊഴിലുറപ്പ് പദ്ധതിയെ ഏറ്റവും വികലമാക്കിക്കൊണ്ട് വരുന്ന ആളുകളിൽ അതിന് ഇല്ലാതാക്കുക എന്നുള്ള ബോധപൂർവമായ ശ്രമത്തോടു കൂടി നിയമം കൊണ്ടുവന്ന് മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് താഴെ തട്ടിലെ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് അനുവദിച്ചിരുന്ന പണത്തിൻ്റെ വീതം അത് 40% സംസ്ഥാന വിഹിതമായി എടുക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് നിയമത്തിൽ പറയുന്നു. അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിലുള്ള പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്തിരിക്കുകയാണ്. ഒരു നിയമം കൊണ്ടുവന്ന് 40% ഫണ്ട് ഒരു വലിയ പദ്ധതിയുടെ സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നും മഹാത്മാഗാന്ധി ഇവിടെ നാമധേയം മാറ്റിക്കൊണ്ട് VB റാംജി ബില്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത് ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ഈ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ ഒരിക്കലും ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല. കേരളത്തിലാണെങ്കിൽ പോലും ഒരു ചെറിയ സംസ്ഥാനമായ നമ്മുടെ സംസ്ഥാനത്ത് പോലും പ്രതിവർഷം 2000 കോടി രൂപയിലേറെ അധിക ബാധ്യത വരുന്നതാണ് ഗവൺമെൻറ് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ അത് വളരെ ആസൂത്രിതമായി തന്നെ ഈ പദ്ധതിയെ ഇല്ലാതാക്കുക എന്നുള്ള ശ്രമമാണ് BJPയുടെ അജണ്ട. അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കങ്ങൾ ഗവൺമെൻറ് നടത്തുന്നത്. കോൺഗ്രസ് ദേശീയ തലത്തിൽ വളരെ ശക്തമായ സമരപരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ കോൺഗ്രസ് KPCCയുടെ ആഹ്വാനപ്രകാരം എല്ലാ ജില്ലകളിലും 1ാം ഘട്ട സമരം നടന്നു. അതിൻ്റെ 2ാം ഘട്ട സമരം നാളെ രാജ്ഭവന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ദിവസം നീണ്ടു നിൽക്കുന്നു. നാളെ 13-ാം തീയതി രാവിലെ ആരംഭിച്ചു 14-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയാണ്. അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തൊഴിലുറപ്പ് സമരം എന്ന് പറയുന്നത് ഞങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ഒന്നല്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി അത്ര വലിയൊരു പദ്ധതിയായിട്ട് അവതരിപ്പിച്ചാണ്. രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങളുടെ എന്നല്ല ആരുടെ ചോദ്യത്തിനും ഉത്തരം പറയേണ്ട ബാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ കോൺഗ്രസ് നേതാക്കൾക്കോ ഇല്ല. ഞങ്ങൾ അതിനകത്ത് എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന അത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിന്. ഇക്കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമീപനമാണ്. ഞങ്ങൾ നടപടികൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിരന്തരമായി ചോദിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അതിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ആ ഉത്തരവാദിത്വത്തിന്റെ ഒക്കെ പുറത്താണല്ലോ ഞങ്ങളൊരു കോൺഗ്രസ് MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പിന്നെ നിങ്ങൾ എന്തിനാ ആവർത്തിച്ചു? ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റിയിട്ടും വീണ്ടും നിങ്ങൾ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻ MLA ഉൾപ്പെടെയുള്ളവർ ജയിലിൽ കിടക്കുമ്പോൾ അവർ പാർട്ടിയിൽ അംഗത്വം തുടരുകയാണ്. CPM-ആയിട്ടാണ് തുടരുന്നത്. അതിനെക്കുറിച്ച് ഒരു ചോദ്യവും നിങ്ങൾ ആരോടും ചോദിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഒരു മാധ്യമവും ചോദിക്കുന്നില്ല. 2 പ്രധാനപ്പെട്ട CPM നേതാക്കൾ ജയിലിലാണ്. അവർ ഇതുവരെ പാർട്ടിയുടെ ഒരു സ്ഥാനത്തു നിന്നും CPM നീക്കിയിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്വം പാർട്ടി ഉത്തരവാദിത്വം നിറവേറ്റിയതാണ്. ഞങ്ങളോടാണ് നിങ്ങൾ ഉത്തരവാദിത്വം നിറവേറ്റിയത്, ഞങ്ങളോടാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.